ഇളയരാജ സാറ് മ്യൂസിക്, വാലി സാറ് എഴുത്ത്, ദാസാറും ജാനകിയമ്മയും കൂടി ചേർന്ന് പാടിയൊരു പാട്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ്. എന്ത് നെഞ്ചിൽ നീങ്കാത തെன்றல் നീതാനാ, എണ്ണം എങ്കും നീ പാടും ധിരു ധിരു தில்லானா, இசையின் ஸ்வரங்கள் தேனா, ഇസയ്ക്കും കുയിൽ നീതാനാ. ആ പാട്ട് അതിൽ ചരണത്തിൻ്റെ ജസ്റ്റ് മുമ്പേ ഒരു 10 to 15 സെക്കൻഡ്സിൽ ഒരു ഹമ്മിങ് വരുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹമ്മിങ് വരുന്നുണ്ട്. എനിക്ക് ആ ഹമ്മിങ്, ആ ഒരു 10 to 15 സെക്കൻഡ്സ് പോർഷൻ ഒട്ടും ഇഷ്ടം, കൺവിൻസിങ് ആയിട്ട് തോന്നുന്നു. ഇഷ്ടമേ അല്ല. ഈ പാട്ടിൻ്റെ മൂഡും ഈ പാട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും ഈ പിക്ചറൈസേഷനിൽ പോലും ആ പാട്ടും ഈ പെർട്ടിക്കുലർ ഒരു പോർഷൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അത് കേൾക്കുമ്പം നല്ല അനോയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇളയരാജ സാറാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ആ ദാസാറും ജാനകിയമ്മയും നന്നായിട്ട് ഇങ്ങനെ ലയിച്ച് പാടി നമ്മളത് കേട്ടിങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് ആ ഒരു ചരണത്തിൽ ജസ്റ്റ് മുമ്പ് ആ ഒരു പോർഷൻ കേൾക്കുമ്പോൾ വല്ലാത്ത അനോയിങ് ആയിരുന്നു എനിക്ക്. അത് ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അനോയ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് കേൾക്കുമ്പോൾ സെയിം ഫീലിംഗ്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി അയ്യോ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത്, ബട്ട് വൈ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ദാസാർ തന്നെ പാടിയാൽ പോരായിരുന്നില്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടോ? അതായത് ഫേവറേറ്റ് സോങ്